റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരിച്ചാണ് അമൃത സുരേഷ് ഗായികയായി ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ ഷോയിൽ വിധികർത്താവായി വന്ന നടൻ ബാലയുമായി ഇഷ്ടത്തിലായ അമൃത അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. പിന്നീട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്ന വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഒരുപാട് വേദനകൾ സഹിച്ച ഗായികയാണ് അമൃത സുരേഷ്. ഒരിടയ്ക്ക് സൈബർ അറ്റാക്ക് പരിധി വിട്ട രീതിയിലേക്ക് പോയപ്പോഴാണ് കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് അമൃതയ്ക്ക് തുറന്ന് സംസാരിക്കേണ്ടി വന്നത് പോലും. എന്നാൽ അതെല്ലാം മറന്ന് തന്റേതായ ലോകത്ത് ഹാപ്പിയായി ജീവിക്കുകയാണ് ഇപ്പോൾ ഗായിക. മകളും അമ്മയും അനിയത്തിയും അടങ്ങുന്ന തന്റെ കുടുംബത്തിലെ എല്ലാ സന്തോഷങ്ങളും നിമിഷങ്ങളും അമൃത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. മ്യൂസിക് ഷോകളും സ്റ്റേജ് പരിപാടികളും ഒക്കെയായി അമൃത തിരക്കിലാണ്. പുതിയ ഓഫീസ് റൂം ആരംഭിച്ച് കുറച്ചുകൂടെ പ്രൊഫഷണലായി കാര്യങ്ങൾ നീക്കുന്ന തിരക്കിലാണ് താരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നവരിൽ ഒരാളാണ് ഗായിക അമൃത സുരേഷും. നടൻ ബാലയുമായുള്ള വിവാഹബന്ധം പിരിഞ്ഞ ശേഷം വർഷങ്ങളോളം ഈ ആക്രമണം തുടർന്നു. ബാലയുടെ ഇടയ്ക്കിടെയുള്ള ആരോപണങ്ങളായിരുന്നു ഇതിന് പ്രധാന കാരണം. ഒടുവിൽ 2024 താൻ ബാലയുമായുള്ള വിവാഹ ജീവിതത്തിൽ നേരിട്ട ഉപദ്രവങ്ങളെക്കുറിച്ച് അമൃത സുരേഷ് വെളിപ്പെടുത്തൽ നടത്തിയത്. മകൾ അവന്തികയ്ക്ക് എതിരെയും കുറ്റപ്പെടുത്തൽ വന്നതോടെയായിരുന്നു ഇത്. ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് അമൃത സുരേഷ്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തുറന്നു പറച്ചു. ആളുകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു മകളില്ലേ. ഒരു പ്രായം വരെയൊക്കെ മകളെ അത് ബാധിച്ചിരുന്നില്ല. എന്നാൽ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ കുറച്ച് വിവരമുള്ള കുട്ടിയായപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾ കളിയാക്കാൻ തുടങ്ങി. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെയാണല്ലോ പറയുന്നത്, എന്തിന് അമ്മയുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്റെ ജീവിതം എന്തായിരുന്നെന്നും എടുത്ത ചോയ്സുകൾ എന്തായിരുന്നെന്നും അവൾക്കറിയാം. പക്ഷേ സ്കൂളിൽ വരുമ്പോൾ അതൊരു സങ്കടമല്ലേ. എത്രയോ പ്രാവശ്യം ഞാനും അഭിരാമിയും പ്രിൻസിപ്പലിനെ പോയി കാണേണ്ട അവസ്ഥ വന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ മുമ്പ് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് താൻ മൗനം വെടിഞ്ഞതെന്നും അമൃത സുരേഷ് പറയുന്നു. മിണ്ടാതിരുന്നപ്പോഴാണ് ഞാൻ തെറ്റുകാരിയായത്. ശരിക്കും മിണ്ടാതിരിക്കരുത്. പറയാൻ അവസരമുണ്ടെങ്കിൽ പറയണം. എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച കാര്യമാണ്. നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് അംഗീകരിക്കുന്നത് എന്തിനാണ്? എന്നെ പോലെ മണ്ടിയാവരുത്, പ്രതികരിക്കണമെന്നാണ് തനിക്ക് സ്ത്രീകളോട് പറയാനുള്ളതെന്നും അമൃത സുരേഷ് വ്യക്തമാക്കി. തന്റെ അമ്മയ്ക്ക് കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അമൃത സുരേഷ് പറയുന്നു. അമ്മ ഞങ്ങൾ 2 മക്കൾക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ചയാളാണ്. ആശ്രമത്തിൽ വളർന്നവരാണ് ഞങ്ങൾ. പഠിച്ചത് അമൃത വിദ്യാലയത്തിലും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റാർ സിംഗറിൽ വരുന്നത്. ഞങ്ങൾക്കുള്ള എക്സ്പോഷർ അതായിരുന്നു. എന്നോട് ഒരാൾ ചിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അയാളാണ് എനിക്ക് ഏറ്റവും നല്ല ആൾ. മകൾക്ക് കേരളത്തിലെ ഏറ്റവും ദുഷിച്ച പെണ്ണെന്ന് പേരൊക്കെ വന്നാൽ ആലോചിച്ച് നോക്കൂ. ഒരു ഘട്ടത്തിൽ അത്രമാത്രം വെറുപ്പ് എന്നോട് ആളുകൾക്കുണ്ടായിരുന്നു. അമ്മയൊക്കെ കേൾക്കാവുന്നതിനപ്പുറം കേട്ടിട്ടുണ്ട്. തകരുമെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് അമ്മയ്ക്ക് ഇത് പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നും അമൃത സുരേഷ് പറയുന്നു. ബാലയ്ക്കെതിരെ 2ാമത് വിവാഹം ചെയ്ത എലിസബത്ത് ഉദയനും രംഗത്ത് വന്നിരുന്നു. ഗോകുല എന്നാണ് ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയുടെ പേര്. ബാലയുടെ ബന്ധു കൂടിയാണ് ഗോകുല. ബാലയുമായുള്ള വിവാഹമോചനം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് അമൃത സുരേഷും ഗോപി സുന്ദറും വിവാഹിതരാകുന്നത്. ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സംഗീത സംവിധായകൻ ഗോപി സുന്ദറും ഗായിക അമൃത സുരേഷും തങ്ങളുടെ പ്രണയം പരസ്യമാക്കിയത്. എന്നാൽ ആ ബന്ധത്തിന് ഒരു വർഷത്തിൽ കൂടുതൽ ആയുസ് ഉണ്ടായിരുന്നില്ല. പരസ്പരം വേർപിരിയൽ തീരുമാനിച്ചതായി ഇരുവരും തുറന്നു പറഞ്ഞു. എന്നാൽ അതിന്റെ കാരണം അവർ ഇതുവരെയും വെളിപ്പെടുത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആ ബന്ധത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് അമൃത സുരേഷ് മനസ്സ് തുറക്കുകയുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഏത് സമയത്താണ് ഒരു ഡിസിഷൻ എടുത്തത്? അന്ന് നമ്മൾ 100% ഇഷ്ടത്തോടെ ചെയ്ത ഒരു ഡിസിഷൻ ആയിരുന്നു. അന്ന് അവരുടെ അമ്മ എന്റെ അമ്മ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു കാലം കഴിയുമ്പോഴത്തേക്കും നീ പോടാ എന്ന് പറയാൻ പറ്റുമോ? അന്ന് എന്റെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരുന്നു. അത് അവിടെ നിൽക്കുന്നുണ്ട്. അതിപ്പോഴും അവിടെ ഉണ്ടാവും. നന്നായി പോകണമെന്ന് 100% ആഗ്രഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റ് ഒന്നും ഇടില്ലല്ലോ. ഒരുപക്ഷെ നമ്മൾ കുറെ വർഷത്തിന്റെ വേദനയും ബഹുമാനമില്ലായ്മയും ഉപദ്രവങ്ങളും ഒക്കെ സഹിച്ച ഒരാൾ പിന്തുണയ്ക്കാൻ വരുമ്പോൾ അത് എനിക്കൊരു വലിയ കാര്യമായിരുന്നു. അത് അന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഒരു മകനായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ ഒരു വ്യക്തി ചിലപ്പോൾ എന്റെ ലൈഫിൽ വന്നത് അച്ഛന് ചിലപ്പോൾ ഒരു മരുമകൻ എന്ന നിലയിൽ കർമ്മങ്ങൾ ചെയ്യാനും കൊള്ളിവെക്കാനും ഒക്കെയുള്ള യോഗം ഉണ്ടായിരുന്നിട്ടുണ്ടാവും. ആ ഒരു വർഷത്തിന് വേണ്ടി മാത്രം അദ്ദേഹം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മുൻപോട്ട് പോയാൽ ഇപ്പോൾ ഉള്ള ബഹുമാനവും സ്നേഹവും ഇല്ലാതെയാവുമെന്ന്. പിന്നെ അത് ചീഞ്ഞ് അടിയായി എന്തിനാ അങ്ങനെ പോണത്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ എടുത്ത ഒരു തീരുമാനമാണ് വേണ്ട എന്ന്. ഇപ്പോഴും വൺസിനായി ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ആശംസിക്കാറുണ്ട്. ദേഷ്യമൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ അവസാനിപ്പിച്ച ഒരു വികാരം വീണ്ടും അത് കുത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവിടെ കഴിഞ്ഞു. കോണ്ടാക്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. പക്ഷെ ആ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ മെസ്സേജ് ചെയ്യും. ക്രിസ്മസ്, ന്യൂ ഇയർ, ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ എന്നാണ് അമൃത പറയുന്നത്. ചില കാര്യങ്ങൾ കൂട്ടുകാരൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടൂടെ എന്ന്. അങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കാൻ പണ്ടേ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഈ 14 വർഷം ഇങ്ങനെ പോകുമായിരുന്നില്ല. ഒരുപാട് കൺവിൻസ് ചെയ്ത് സംസാരിക്കാൻ എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിയില്ല. ഓരോന്ന് ചെയ്യുന്നു. ഞാൻ ആരെങ്കിലും പാവം എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് 8ന്റെ പണി തരും. ഒന്നുമല്ല ഞാൻ. പക്ഷേ അങ്ങനെ ആർക്കും ദോഷം ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണ്. ഭയങ്കര സാധുവായിട്ടുള്ള മനുഷ്യരാണ്. ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം ഞാൻ മറന്നു പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ലിറ്ററലി എന്റെ ബ്രെയിൻ സിസ്റ്റം അങ്ങനെ യൂസ്ഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല.
എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരു പോയിന്റ് കഴിയുമ്പോൾ മറക്കും, അമൃത സുരേഷ് പറഞ്ഞു.